പാസ്ത. ഇത് സാദാ പാസ്തയല്ല, ഇത് ഞാൻ ആട്ട കൊണ്ടുണ്ടാക്കിയ ഒരു പാസ്തയാണ്. ആദ്യം 2 കപ്പ് ആട്ട എടുത്തു. അതിലേക്ക് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുഴച്ചെടുത്തു. മസാലയ്ക്ക് വേണ്ടി ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയും 4-5 പച്ചമുളകും കുറച്ച് ഇഞ്ചി എടുത്ത് കട്ട് ചെയ്തെടുത്തു. എല്ലാ നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇനി കുഴച്ച് വെച്ച ആട്ട ഒന്ന് പരത്തിയെടുക്കണം. സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്തു. ഇനി അത് കട്ട് ചെയ്ത് ചെറിയ നാട് പോലെ ആക്കിയെടുക്കണം. കത്തി കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. കത്തിക്ക് മൂർച്ച കൂടുതലോ കുറവോ എന്നറിയില്ല, കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഹോൾസുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ആട്ട ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വേറൊരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ആട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും സവാളയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിപ്പിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിപ്പിച്ച് വെച്ച ആട്ട ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആട്ടയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസും ഇനി കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആട്ട പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ആട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.